ഒരു നടനുണ്ടായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ ഒരിക്കലും അഭിനയിക്കാത്ത ഒരാൾ. കരയേണ്ട രംഗങ്ങളിൽ പോലും നിലവിളിച്ചില്ല. സംഭാഷണം പറയുമ്പോൾ നാടകവേദിയിലെ പോലെ ശബ്ദമുയർത്തിയില്ല. നായകനായിട്ടും നായക പരിവേഷം കാണിച്ചില്ല. പക്ഷെ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പ്രേക്ഷകർ കണ്ടത് ഒരു നടനെയല്ല, ഒരു മനുഷ്യനെയായിരുന്നു. അതാണ് സത്യൻ മാഷ്, മലയാള സിനിമയുടെ ആദ്യത്തെ റിയലിസ്റ്റിക് സൂപ്പർ സ്റ്റാർ. അഭിനയത്തിന്റെ അർത്ഥം തന്നെ മാറ്റി എഴുതിയ മനുഷ്യൻ. രക്താർബുദം ശരീരം കാർന്നു തിന്നുമ്പോഴും വേദനയുടെ ഒരു സൂചന പോലും പുറത്തു കാണിക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ ജീവിച്ച മഹാനടൻ. ഇന്നും ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പുവിനെയും അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ചെല്ലപ്പനെയും കാണുമ്പോൾ നമ്മൾ കഥാപാത്രങ്ങളെയല്ല കാണുന്നത്, സത്യൻ എന്ന അഭിനയ പ്രതിഭയെയാണ്. ആരാണ് ഈ സത്യൻ? എങ്ങനെയാണ് 40-ാം വയസ്സിൽ സിനിമയിലെത്തി മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയത്? എന്തുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തെ അനശ്വര നടൻ എന്ന് വിളിക്കുന്നത്? 1912 നവംബർ 9 തിരുവനന്തപുരം ജില്ലയിലെ ശുചീന്ദ്രം പ്രദേശത്തിനടുത്തുള്ള ഒരു സാധാരണ കുടുംബത്തിലാണ് മാനുവൽ സത്യനേശൻ നാടാർ ജനിക്കുന്നത്. ചെരുവിളാകത്ത് വീട്ടിലെ ഈ ബാലൻ പിന്നീട് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളാകുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. ബാല്യത്തിലെ പഠനത്തിൽ മിടുക്കനായിരുന്നു. അതോടൊപ്പം നാടകങ്ങളോടും സാഹിത്യത്തോടും വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അഭിനയമാണ് ജീവിതമെന്ന് അദ്ദേഹം പോലും തീരുമാനിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ആദ്യം സഞ്ചരിച്ചത് മറ്റൊരു വഴിയിലൂടെയായിരുന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം സത്യൻ ആദ്യം അധ്യാപകനായി ജോലി ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പാഠം പഠിപ്പിച്ചിരുന്ന ആ യുവാവ് പിന്നീട് 2-ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നു. അച്ചടക്കവും ധൈര്യവും ഉത്തരവാദിത്വബോധവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായത് ഈ കാലഘട്ടത്തിലാണ്. സൈനിക ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയ സത്യൻ പിന്നീട് തിരുവിതാംകൂർ സ്റ്റേറ്റ് പോലീസിൽ ഇൻസ്പെക്ടറായി നിയമിതനായി. ഒരു പോലീസ് ഓഫീസർ, സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ള ജോലി, സ്ഥിര വരുമാനം, ആരും കൊതിക്കുന്ന ജീവിതം. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കോണിൽ സ്വപ്നം ഉറങ്ങിക്കിടന്നിരുന്നു. അത് അഭിനയം. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന കാലത്തും സത്യൻ നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒരു കാര്യം എപ്പോഴും പറയുമായിരുന്നു: നിങ്ങളുടെ അഭിനയം സാധാരണക്കാരുടേതല്ല. അക്കാലത്ത് മലയാള സിനിമ വളർന്നു വരികയായിരുന്നു. പുതിയ മുഖങ്ങളെ സംവിധായകർ അന്വേഷിക്കുന്ന സമയവും. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയ വാർത്ത സിനിമാ പ്രവർത്തകരുടെ ചെവിയിലും എത്തി. ആദ്യം ചെറിയ അവസരങ്ങൾ, പിന്നീട് നിർണായകമായ ഒരു തീരുമാനം. പോലീസിലെ സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക്. അന്ന് അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സ്. ഇന്ന് ഒരു നടൻ 40-ൽ അരങ്ങേറ്റം കുറിച്ചാൽ പലരും അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ സത്യൻ അന്നാണ് തന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങിയത്. ആത്മസഖി, ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം. 1952-ൽ പുറത്തിറങ്ങിയ ആത്മസഖി എന്ന ചിത്രത്തിലൂടെയാണ് സത്യൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യ സിനിമ വലിയ വിജയമായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു: ഈ മനുഷ്യൻ മറ്റുള്ളവരെ പോലെയല്ല. അക്കാലത്ത് മലയാള സിനിമയിൽ അഭിനയ ശൈലി നാടകവേദിയുടെ സ്വാധീനത്തിലായിരുന്നു. ഉച്ചത്തിൽ സംഭാഷണം പറയുക, കൈകൾ ഉയർത്തി വികാരങ്ങൾ പ്രകടിപ്പിക്കുക, അമിതമായ മുഖഭാവങ്ങൾ, ഇതൊക്കെയായിരുന്നു പതിവ്. പക്ഷെ സത്യൻ അതൊന്നും ചെയ്തില്ല. അദ്ദേഹം ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ സംസാരിക്കുമോ അങ്ങനെ തന്നെ സംസാരിച്ചു. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ നടക്കുമോ അങ്ങനെ തന്നെ നടന്നു. കരയേണ്ട രംഗങ്ങളിൽ പോലും നിയന്ത്രണം വിട്ടില്ല. അമിതാഭിനയത്തിന് പകരം അദ്ദേഹം തെരഞ്ഞെടുത്തത് സ്വാഭാവികതയായിരുന്നു. ഇതാണ് പിന്നീട് മലയാള സിനിമയിൽ റിയലിസ്റ്റിക് ആക്ടിംഗ് എന്ന പുതിയ അധ്യായത്തിന് തുടക്കമായത്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സത്യൻ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. അദ്ദേഹം നായകനായപ്പോൾ പ്രേക്ഷകർ ഒരു സിനിമാ താരത്തെ കണ്ടില്ല, അവരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളെ കണ്ടു. കർഷകനായാലും റിക്ഷക്കാരനായാലും മത്സ്യത്തൊഴിലാളിയായാലും പോലീസ് ഓഫീസറായാലും ഓരോ കഥാപാത്രവും അതിൻ്റെ എല്ലാ സ്വാഭാവികതയോടെയും അദ്ദേഹം അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മലയാളികൾ അദ്ദേഹത്തെ നടനായി മാത്രമല്ല, ജീവിക്കുന്ന കഥാപാത്രങ്ങളുടെ സൃഷ്ടാവായി സ്വീകരിച്ചു. ഒരു നടന് ജനപ്രീതി ലഭിക്കാം, ഒരു സൂപ്പർ സ്റ്റാറിന് ആരാധകരെ സൃഷ്ടിക്കാം, പക്ഷേ ഒരു മഹാനടന് മാത്രമേ അഭിനയത്തിന് പുതിയൊരു ഭാഷ സൃഷ്ടിക്കാൻ കഴിയൂ. അതാണ് സത്യൻ ചെയ്തത്. 1950-കളുടെയും അവസാനത്തോടെയും 1960-കളിലുമായി മലയാള സിനിമയിൽ 2 വലിയ ശക്തികളാണ് നിറഞ്ഞു നിന്നത്. ഒരു വശത്ത് പ്രണയത്തിന്റെ രാജകുമാരൻ പ്രേം നസീർ, മറുവശത്ത് അഭിനയത്തിന്റെ രാജാവ് സത്യൻ. പ്രേം നസീറും സത്യനും മലയാള സിനിമയുടെ സുവർണ്ണ കൂട്ടുകെട്ട്. അക്കാലത്ത് ഒരു സിനിമയിൽ പ്രേം നസീറും സത്യനും ഉണ്ടെങ്കിൽ അത് വിജയിക്കുമെന്ന വിശ്വാസം വിതരണക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ മത്സരമുണ്ടായിരുന്നില്ല, മറിച്ച് വലിയ സൗഹൃദമായിരുന്നു. പ്രേം നസീർ നായകനായ ചിത്രങ്ങളിൽ പോലും സത്യന് ശക്തമായ കഥാപാത്രങ്ങൾ ലഭിച്ചു. സത്യൻ നായകനായ ചിത്രങ്ങളിൽ പ്രേം നസീറും അഭിനയിച്ചു. പരസ്പരം ബഹുമാനിച്ച 2 മഹാനടന്മാർ, അഭിനയത്തിൽ ഒരിക്കലും അസൂയ കാണിക്കാത്ത 2 കലാകാരന്മാർ. ഇന്നും മലയാള സിനിമയിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു ബന്ധമായിരുന്നു അത്. സത്യൻ ഒരു കഥാപാത്രം സ്വീകരിച്ചാൽ ആദ്യം അതിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അയാൾ എങ്ങനെ നടക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ ചിരിക്കും, എങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കും, ഇതെല്ലാം അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കും. അതുകൊണ്ടാണ് ഓരോ കഥാപാത്രവും ഓരോ മനുഷ്യരെ പോലെ തോന്നിയത്. ഇന്ന് മെത്തേഡ് ആക്ടിംഗ് എന്ന് പറയുന്ന സമീപനത്തിന്റെ പല ഘടകങ്ങളും സത്യന്റെ അഭിനയത്തിൽ അന്നേ കാണാമായിരുന്നു. സത്യൻ അഭിനയിച്ച പല സിനിമകളും
ചിത്രങ്ങളും വെറും വിനോദ ചിത്രങ്ങളായിരുന്നില്ല. അവ സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടിയ സിനിമകളായിരുന്നു. ദരിദ്രരുടെ ജീവിതം, തൊഴിലാളികളുടെ പോരാട്ടം, അനീതി, വർഗവിവേചനം, മനുഷ്യന്റെ ആത്മാഭിമാനം, ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സിനിമകളിൽ സത്യൻ തിളങ്ങി. കാരണം ആ കഥാപാത്രങ്ങളിലെ വേദന അദ്ദേഹം അഭിനയിച്ചില്ല, അത് ജീവിച്ചു കാണിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓടയിൽ നിന്ന്. 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സാമൂഹിക ചിത്രങ്ങളിൽ ഒന്നായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. പ്രശസ്ത എഴുത്തുകാരൻ പി കേശവദേവിന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണിത്. ഇതിൽ പപ്പു എന്ന റിക്ഷാക്കാരനായിട്ടാണ് സത്യൻ അഭിനയിച്ചത്. പല സിനിമാ നിരൂപകരും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യൻ അഭിനയിച്ച ഏറ്റവും മികച്ച കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം ഓർമ്മയിൽ വരുന്നത് പപ്പുവാണ്. അതെന്തുകൊണ്ടാണ്? കാരണം അത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. പപ്പുവിന്റെ കഥ തുടങ്ങുന്നത് ബാല്യത്തിൽ നിന്നാണ്. നീതിക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരുന്ന ഒരു ബാലൻ. ജീവിതം അവനെ പല ജോലികളിലേക്കും തള്ളിവിടുന്നു. അവസാനം നഗരത്തിലെ ഒരു റിക്ഷാക്കാരനായി മാറുന്നു. ആത്മാഭിമാനിയാണ്, ആരുടെയും മുന്നിൽ തലകുനിക്കില്ല, എന്നാൽ ഉള്ളിൽ നിറയെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ. ഒരു ദിവസം തന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം നടക്കുന്നു. ഒരു കൊച്ചു പെൺകുട്ടി അപകടത്തിൽപ്പെടുന്നു. അവളെ രക്ഷിച്ചു പപ്പു. പിന്നീട് അവളെ സ്വന്തം മകളെ പോലെ വളർത്താൻ തീരുമാനിക്കുന്നു. ആ കുഞ്ഞാണ് ലക്ഷ്മി. ഒരു അച്ഛന്റെ ത്യാഗം. പപ്പു രാവും പകലും റിക്ഷ വലിക്കുന്നു. വെയിലും മഴയും നോക്കാതെ അധ്വാനിക്കുന്നു. സ്വന്തം ശരീരത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ സമ്പാദിക്കുന്ന ഓരോ രൂപയും ലക്ഷ്മിയുടെ പഠനത്തിനും ഭാവിക്കും വേണ്ടി ചിലവഴിക്കുന്നു. സ്വന്തം ജീവിതം ഇരുട്ടിലായാലും മകളുടെ ജീവിതം വെളിച്ചത്തിലാകണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഈ രംഗങ്ങളിലൊന്നും സത്യൻ വലിയ ഡയലോഗുകളൊന്നും പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ സംസാരിക്കുന്നു, മുഖഭാവം സംസാരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു അച്ഛന് സ്വന്തം മക്കളിൽ നിന്ന് എന്താണ് വേണ്ടത്? പണമോ പ്രശസ്തിയോ? അല്ല, ഒരു ചെറിയ സ്നേഹം മാത്രം. പക്ഷെ ആ സ്നേഹം പോലും ലഭിക്കാതെ ജീവിതം അവസാനിപ്പിച്ച മനുഷ്യനാണ് ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു. കാലം കടന്നു പോകുന്നു. പപ്പു സ്വന്തം ജീവിതം മുഴുവൻ ലക്ഷ്മിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. റിക്ഷ വലിച്ച് സമ്പാദിക്കുന്ന ഓരോ രൂപയും അവളുടെ പഠനത്തിനും നല്ല ജീവിതത്തിനും വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. സ്വന്തം ശരീരം ക്ഷീണിച്ചാലും വയറ് വിശന്നാലും അവനതൊന്നും പ്രശ്നമല്ല. കാരണം അവന്റെ ജീവിതത്തിന് ഇനി ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ലക്ഷ്മി. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒരിക്കലും അനുഭവിക്കരുത്. അതുകൊണ്ട് തന്നെ പപ്പു ഒരു റിക്ഷാക്കാരനല്ല, ത്യാഗത്തിന്റെ പ്രതിരൂപമാണ്. ജീവിതം മാറുന്നു, മനുഷ്യരും മാറുന്നു. പപ്പുവിന്റെ അധ്വാനത്തിന്റെ ഫലമായി ലക്ഷ്മി പഠിച്ച് വലിയ നിലയിലെത്തുന്നു. നല്ല വസ്ത്രങ്ങൾ, നല്ല വിദ്യാഭ്യാസം, പുതിയ സുഹൃത്തുക്കൾ, പുതിയ സമൂഹം. പക്ഷേ ഈ പുതിയ ലോകത്തിൽ അവൾക്ക് ഒരു പ്രശ്നമുണ്ട്. സ്വന്തം വളർത്തച്ഛൻ ഒരു റിക്ഷാക്കാരനാണ്. ഒരു ദിവസം സുഹൃത്തുക്കളുടെ മുന്നിൽ പപ്പുവിനെ കാണുമ്പോൾ അവൾക്ക് നാണക്കേട് തോന്നുന്നു. ആ നിമിഷം പപ്പുവിന്റെ ഹൃദയം തകരുന്നു. ഈ രംഗത്തിൽ സത്യൻ ഒരു വലിയ പ്രസംഗം നടത്തുന്നില്ല, ഒരു കണ്ണുനീർ പോലും ഒഴുക്കുന്നില്ല. അദ്ദേഹം കുറച്ചു നേരം മാത്രം ലക്ഷ്മിയെ നോക്കി നിൽക്കുന്നു. ആ നോട്ടത്തിൽ സങ്കടമുണ്ട്, നിരാശയുണ്ട്, സ്നേഹമുണ്ട്, എന്നാൽ വെറുപ്പില്ല. അതാണ് സത്യന്റെ അഭിനയത്തിന്റെ ഉയരം. പപ്പു ആരുടെയും മുന്നിൽ കൈ നീട്ടുന്നില്ല, തന്നെ അവഗണിച്ചവരോട് പോലും പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ജീവിതം എത്ര കഠിനമായാലും അവൻ ആത്മാഭിമാനം കൈവിടുന്നില്ല. അതുകൊണ്ട് തന്നെ പപ്പു മലയാള സിനിമയിലെ ഏറ്റവും മഹത്തായ കഥാപാത്രങ്ങളിൽ ഒന്നായി മാറി. അമിതമായ അധ്വാനം പപ്പുവിന്റെ ശരീരത്തെ തളർത്തുന്നു, രോഗം പിടിപെടുന്നു. എന്നിട്ടും മകളുടെ മുന്നിൽ ദുർബലനാകാൻ അവൻ തയ്യാറാകുന്നില്ല. അവസാനം ലക്ഷ്മി തന്റെ തെറ്റ് തിരിച്ചറിയുന്നു, പപ്പുവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ ചില തിരിച്ചറിവുകൾ വൈകിയാണ് വരുന്നത്. സിനിമയുടെ അവസാന രംഗങ്ങളിൽ പപ്പു തന്റെ ആത്മാഭിമാനം കൈവിടാതെ ജീവിതത്തിന്റെ ഇരുളിലേക്ക് നടന്നു പോകുമ്പോൾ പ്രേക്ഷകരുടെ കണ്ണുകൾ നിറയുന്നു. എന്തുകൊണ്ടാണ് പപ്പു ഇന്നും ജീവിക്കുന്നത്? കാരണം പപ്പു ഒരു സിനിമാ കഥാപാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന, ഇന്നും ജീവിക്കുന്ന ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരുടെ പ്രതീകമാണ്. ദാരിദ്ര്യത്തിലും അന്തസ്സ് നഷ്ടപ്പെടുത്താത്ത മനുഷ്യൻ, സ്നേഹിച്ചവരാൽ അവഗണിക്കപ്പെട്ടിട്ടും വെറുക്കാത്ത മനുഷ്യൻ. ആ മനുഷ്യനെ അനശ്വരനാക്കിയത് സത്യന്റെ അഭിനയമാണ്. ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനയ പ്രകടനങ്ങളുടെ പട്ടിക തയ്യാറാക്കിയാൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു അതിൽ തീർച്ചയായും ഉണ്ടാകും. 1960കളുടെ അവസാനം സത്യൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ അഭിനേതാവായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചിരുന്നു. അദ്ദേഹത്തെ രക്താർബുദം ബാധിച്ചു. ഈ വിവരം വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. കാരണം സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങരുത്, സഹപ്രവർത്തകർ വിഷമിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ശരീരം തളർന്നിട്ടും വേദന അസഹ്യമായിട്ടും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ചിത്രങ്ങളിലൊന്നായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്. തോപ്പിൽ ഭാസിയുടെ നോവലിനെ ആസ്പദമാക്കി KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സത്യൻ അവതരിപ്പിച്ച ചെല്ലപ്പൻ എന്ന തൊഴിലാളി നേതാവിനെയാണ്. സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മനുഷ്യൻ, ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ. പക്ഷേ പൊതുജീവിതത്തിൽ വിജയിക്കുന്ന അയാൾക്ക് സ്വന്തം കുടുംബജീവിതം സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഈ കഥാപാത്രം സത്യന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായി മാറി. സിനിമയിലെ വിജയങ്ങൾക്കിടയിലും സത്യന്റെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. നിരന്തരമായ ഷൂട്ടിങ്ങും അമിതമായ ജോലിഭാരവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചു. പിന്നീട് അദ്ദേഹത്തിന് രക്താർബുദം സ്ഥിരീകരിച്ചപ്പോൾ രോഗത്തിന്റെ കാഠിന്യം അറിഞ്ഞിട്ടും അദ്ദേഹം അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നില്ല. ശരീരം ക്ഷീണിച്ചിരുന്നെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ ആ ക്ഷീണം മറച്ച് കഥാപാത്രങ്ങളായി മാറാനുള്ള അത്ഭുത ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഹപ്രവർത്തകരിൽ പലർക്കും അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഗൗരവം അറിയില്ലായിരുന്നു. അദ്ദേഹം അഭിനയിച്ച അവസാന ചിത്രങ്ങളിലൊന്നായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് പോലും അദ്ദേഹം അതിയായ വേദന സഹിച്ചാണ് അഭിനയിച്ചത്. പ്രേക്ഷകർ കണ്ടത് മികച്ച പ്രകടനമായിരുന്നു. പക്ഷേ ആ കഥാപാത്രത്തിന് പിന്നിൽ
മരണത്തോട് പോരാടുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 1971 ജൂൺ 15 വെറും 58-ാം വയസ്സിൽ മലയാള സിനിമയുടെ ആ മഹാനടൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. സത്യന്റെ മരണ വാർത്ത കേരളത്തെ കണ്ണീരിലാഴ്ത്തി. ഒരു നടൻ മരിച്ചുവെന്നതിലുപരി ഒരു യുഗമാണ് അവസാനിച്ചതെന്ന് അന്നത്തെ പത്രങ്ങൾ പോലും എഴുതി. സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ അദ്ദേഹത്തെ അനുസ്മരിച്ചു. ഇന്നും സത്യനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് അദ്ദേഹത്തിന്റെ സ്വാഭാവിക അഭിനയമാണ്. അമിത നാടകീയതയില്ലാതെ ജീവിതത്തെ അതേപടി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ച നടൻ. അതുകൊണ്ടാണ് തലമുറകൾ മാറിയിട്ടും സത്യന്റെ കഥാപാത്രങ്ങൾ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത്. പ്രേം നസീർ, മധു, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി പിന്നീട് വന്ന അനേകം അഭിനേതാക്കൾ സത്യന്റെ അഭിനയ ശൈലിയെ ആദരവോടെ പരാമർശിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ യാഥാർത്ഥ്യാഭിനയത്തിന്റെ അടിത്തറ പാകിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് സത്യൻ. ഒരു തപാൽ ഉദ്യോഗസ്ഥൻ, ഒരു ഇൻസ്പെക്ടർ, അവിടെ നിന്നും മലയാള സിനിമയുടെ എക്കാലത്തെയും മഹാനടന്മാരിൽ ഒരാളായി ഉയർന്ന മനുഷ്യൻ. സത്യന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ്: പ്രതിഭയും ആത്മസമർപ്പണവും ഉണ്ടെങ്കിൽ സാധാരണക്കാരനും ചരിത്രത്തിന്റെ ഭാഗമാകാം. അദ്ദേഹം നമ്മെ വിട്ടുപോയെങ്കിലും ഓടയിൽ നിന്ന് യക്ഷി, കരകാണാക്കടൽ തുടങ്ങി അനേകം കഥാപാത്രങ്ങളിലൂടെ സത്യൻ ഇന്നും ജീവിക്കുന്നു. സിനിമകൾ കാലത്തെ അതിജീവിക്കാം, എന്നാൽ ചില കലാകാരന്മാർ കാലത്തെ തന്നെ നിർവചിക്കുന്നു. അത്തരമൊരു കലാകാരനായിരുന്നു സത്യൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.